ഹായ് ഓൾ, വെൽക്കം ടു SCRT സമഗ്ര. ഇന്നത്തെ ടോപ്പിക്ക് 2026 മാർച്ച് മാസത്തെ ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് നോക്കാം. 2026 ഫെബ്രുവരിയിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ബൃഹത്തായ സൈനിക അഭ്യാസ പ്രകടനമായ വായുശക്തി 2026 എവിടെയാണ് നടന്നത്? അത് രാജസ്ഥാനിലെ ജയ്സാൽമീറിലാണ്. 2026 ഫെബ്രുവരിയിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ബൃഹത്തായ സൈനിക അഭ്യാസ പ്രകടനമായ വായുശക്തി 2026 നടന്നത് രാജസ്ഥാനിലെ ജയ്സാൽമീറിലാണ്. ഒരു മണിക്കൂറിനുള്ളിൽ 2.5 ലക്ഷത്തിലധികം മരങ്ങൾ നട്ടുപിടിപ്പിച്ച് ഗിന്നസ് ലോക റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യൻ നഗരമാണ് വാരണാസി. ഒരു മണിക്കൂറിനുള്ളിൽ 2.5 ലക്ഷത്തിലധികം മരങ്ങൾ നട്ടുപിടിപ്പിച്ച് ഗിന്നസ് ലോക റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യൻ നഗരമാണ് വാരണാസി. സിക്കിമിലെ ഏക വിമാനത്താവളമായ പാക്യോങ് വിമാനത്താവളം ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേരിലാണ് പുനർനാമകരണം ചെയ്യാൻ തീരുമാനിച്ചത്? സിക്കിമിലെ ഏക വിമാനത്താവളമായ പാക്യോങ് വിമാനത്താവളം ഏത് സ്വതന്ത്ര സമര സേനാനിയുടെ പേരിലാണ് റീനെയിം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്? അത് ത്രിലോചൻ പൊക്രേലിന്റെ പേരിലാണ് പുനർനാമകരണം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. സിക്കിമിലെ ഏക വിമാനത്താവളമായ പാക്യോങ് വിമാനത്താവളം ത്രിലോചൻ പൊക്രേലിന്റെ പേരിലാണ് പുനർനാമകരണം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. 2026 അന്താരാഷ്ട്ര പട്ടം പറത്തൽ ഫെസ്റ്റിവലിന് നടന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. അന്താരാഷ്ട്ര കൈറ്റ് ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. സിഖ് ഗുരുവായ ഗുരു തേജ് ബഹാദൂറിന്റെ ജീവത്യാഗത്തിന്റെ 350-ാം വാർഷികത്തോടനുബന്ധിച്ച് 2026 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിട്ട് നേവി മുംബൈയിൽ ഹിന്ദ് ദി ചാദർ എന്ന പേരിൽ മഹാസമ്മേളനം സംഘടിപ്പിച്ചു. ഹിന്ദ് ദി ചാദർ എന്ന പേരിൽ എവിടെ നടത്തിയത്? നേവി മുംബൈയിലാണ് മഹാസമ്മേളനം സംഘടിപ്പിച്ചത്. സിഖ് ഗുരുവായ ഗുരു തേജ് ബഹാദൂറിന്റെ ജീവത്യാഗത്തിന്റെ 350-ാം വാർഷികത്തോടനുബന്ധിച്ച് 2026 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിട്ട് നേവി മുംബൈയിൽ ഹിന്ദ് ദി ചാദർ എന്ന പേരിൽ മഹാസമ്മേളനം സംഘടിപ്പിച്ചു. രാജസ്ഥാനിലെ മൗണ്ട് അബുവിന്റെ പുതിയ ഔദ്യോഗിക നാമമാണ് അബുരാജ്. മൗണ്ട് അബു എന്നത് രാജസ്ഥാനിലെ പ്രശസ്തമായ ഹിൽ സ്റ്റേഷനാണ്. ഇനി മുതൽ അബുരാജ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 79ാമത് ബാഫ്റ്റ അവാർഡിൽ മികച്ച കുട്ടികൾക്കും കുടുംബങ്ങൾക്കുമുള്ള ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സിനിമയാണ് ബൂം. 79ാമത് ബാഫ്റ്റ അവാർഡിൽ മികച്ച കുട്ടികൾക്കും കുടുംബങ്ങൾക്കുമുള്ള ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സിനിമയാണ് ബൂം. ഈ ബാഫ്റ്റയിലെ മറ്റ് പുരസ്കാരങ്ങളാണ്: മികച്ച ചിത്രമാണ് സംവിധായകൻ ലഭിച്ചത് പോൾ തോമസ് ആൻഡേഴ്സനാണ്. മികച്ച ചിത്രത്തിന് സംവിധായകൻ ലഭിച്ചത് പോൾ തോമസ് ആൻഡേഴ്സനാണ്. ചിത്രം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന ഫിലിമിനാണ് ലഭിച്ചത്. മികച്ച നടിക്ക് ലഭിച്ചത് ജെസ്സി ബക്ലിക്കാണ്. മികച്ച നടിക്കുള്ള ബാഫ്റ്റ അവാർഡ് ലഭിച്ചത് ജെസ്സി ബക്ലിയാണ്. ചിത്രം ഹാംനെറ്റ്. മികച്ച നടനാണെങ്കിൽ റോബർട്ട് അരാമയോ ആണ്. ആ ഫിലിമിനാണ് മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത് റോബർട്ട് അരാമയോ. മികച്ച ചിത്രത്തിനും സംവിധായകനും ലഭിച്ചത് പോൾ തോമസ് ആൻഡേഴ്സണ്. ചിത്രം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആണ്. മികച്ച നടിക്ക് ലഭിച്ചത് ജെസ്സി ബക്ലിയാണ്. മികച്ച നടനാണെങ്കിൽ അത് റോബർട്ട് അരാമയോ. നീതി ആയോഗിന് കീഴിലുള്ള അടൽ ഇന്നൊവേഷൻ മിഷൻ ഇന്ത്യയിലെ ആദ്യ സ്റ്റേറ്റ് ഇന്നൊവേഷൻ മിഷൻ ആരംഭിച്ചത് എവിടെയാണ്? അത് ത്രിപുരയിലാണ്. നീതി ആയോഗിന് കീഴിലുള്ള അടൽ ഇന്നൊവേഷൻ മിഷൻ ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റ് ഇന്നൊവേഷൻ മിഷൻ ആരംഭിച്ചത് ത്രിപുരയിലാണ്. അടുത്തിടെ വാർത്തകളിൽ നിറഞ്ഞ ഭൗമസൂചിക പദവിയിലുള്ള കർബി ആംഗ്ലോങ് ഇഞ്ചി ഏത് സംസ്ഥാനത്തെ കാർഷിക വിളയാണ്? കർബി ആംഗ്ലോങ് ഇഞ്ചി എന്നത് ആസാമിലെ കാർഷിക വിളയാണ്. അടുത്തിടെ വാർത്തകളിൽ നിറഞ്ഞ ഭൗമസൂചിക പദവിയുള്ള കർബി ആംഗ്ലോങ് ഇഞ്ചി ഏത് സംസ്ഥാനത്തെ കാർഷിക വിളയാണ്? അത് ആസാമിലുള്ളതാണ്. ആസാമിലുള്ള കാർഷിക വിളയാണ് ഇഞ്ചിയാണ് കർബി ആംഗ്ലോങ് ഇഞ്ചി എന്നത് ആസാമിലുള്ളതാണ്. അസമിൽ നിന്നും അടുത്തിടെ കണ്ടെത്തിയ തലച്ചോറിനെ മൂടുന്ന കപാലം ഇല്ലാത്ത പുതിയ ഭൂഗർഭ ജല മത്സ്യത്തിന്റെ പേരാണ് ഗിറ്റ് ചക്ക് നക്കാന എന്നത് ഏത് സ്റ്റേറ്റിൽ നിന്നാണ് കണ്ടെത്തിയത്? ആസാമിൽ നിന്നും അടുത്തിടെ കണ്ടെത്തിയ തലച്ചോറിനെ മൂടുന്ന കപാലം ഇല്ലാത്ത പുതിയ ഭൂഗർഭ ജല മത്സ്യത്തിന്റെ പേരാണ് ഗിറ്റ് ചക്ക് നക്കാനയാണ്. 2026 മാർച്ചിലെ ഇന്ത്യയുമായി $2.6 ബില്യൺ ദീർഘകാല യുറേനിയം വിതരണ കരാറിലും നിർണായക ധാതുക്കളുടെ കരാറിലും ഒപ്പുവെച്ച രാജ്യമാണ് കാനഡ. 2026 മാർച്ചിലെ ഇന്ത്യയുമായിട്ട് $2.6 ബില്യൺ ദീർഘകാല യുറേനിയം വിതരണ കരാറിലും നിർണായക ധാതുക്കളുടെ ക്രിറ്റിക്കൽ മിനറൽസിന്റെ കരാറിലും ഒപ്പുവെച്ച രാജ്യമാണ് കാനഡ. അടുത്തിടെ തമിഴ്നാട്, കേരളം, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലെ വനംവകുപ്പുകൾ സംയുക്തമായിട്ട് കഴുകൻ കണക്കെടുപ്പ് നടത്തിയ ബയോസ്ഫിയർ ഏത് ബയോസ്ഫിയർ റിസർവാണ്? അത് നീലഗിരി ബയോസ്ഫിയർ റിസർവിലാണ്. കേരളം, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലെ വനംവകുപ്പുകൾ സംയുക്തമായിട്ട് കഴുകൻ കണക്കെടുപ്പ് നടത്തിയ ബയോസ്ഫിയർ റിസർവാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവാണ് നീലഗിരി. ഇത് സ്ഥാപിതമായത് 1986ലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവ്. ഇത് സ്ഥാപിതമായത് 1986ലാണ്.
യുനെസ്കോയുടെ വേൾഡ് നെറ്റ്വർക്ക് ഓഫ് ദി ബയോസ്ഫിയർ റിസർവിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ആദ്യ പ്രദേശം കൂടിയാണിത്. നീലഗിരി ബയോസ്ഫിയർ റിസർവ് യുനെസ്കോയുടെ വേൾഡ് നെറ്റ്വർക്ക് ഓഫ് ബയോസ്ഫിയർ റിസർവിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ പ്രദേശം കൂടിയാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവ്. കേരളം, തമിഴ്നാട്, കർണാടക എന്നീ 3 സംസ്ഥാനങ്ങളിലായിട്ടാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. പശ്ചിമഘട്ടത്തിലെ ഈ പ്രദേശം ദക്ഷിണേന്ത്യയിലെ കഴുകന്മാരുടെ ഏറ്റവും വലിയ ആവാസ വ്യവസ്ഥയാണ്. പശ്ചിമഘട്ടത്തിലെ ഈ പ്രദേശം ഏതാണ്? ദക്ഷിണേന്ത്യയിലെ കഴുകന്മാരുടെ ഏറ്റവും വലിയ ആവാസ വ്യവസ്ഥയാണ്. യുനെസ്കോയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഏത് വർഷമായിരുന്നു? നീലഗിരി ബയോസ്ഫിയർ റിസർവ് ഉൾപ്പെട്ടത് 2000-ലാണ്. 2000-ൽ. നെക്സ്റ്റ് പോയിന്റ് ആണ് 2027 ഇന്ത്യയുടെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസിന്റെ ഔദ്യോഗിക ഭാഗ്യചിഹ്നങ്ങൾ ഏതൊക്കെയാണ്? ഇത് പ്രഗതി ആൻഡ് വികാസ്. പ്രഗതി ആൻഡ് വികാസ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസ്. നടക്കുന്നത് ഏത് വർഷമാണ്? 2027 ഇന്ത്യയുടെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസിന്റെ ഔദ്യോഗിക ഭാഗ്യചിഹ്നങ്ങളാണ് പ്രഗതി ആൻഡ് വികാസ്. വരാനിരിക്കുന്ന 2027 സെൻസസിന്റെ ഭാഗ്യചിഹ്നങ്ങളായിട്ട് പ്രഗതി, അത് സ്ത്രീ എന്യൂമറേറ്റർ ആണ്. പിന്നെ വികാസ് എന്നത് പുരുഷ എന്യൂമറേറ്റർ എന്നിവയെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനായിട്ട് അടുത്തിടെ പ്രൊജക്ട് ഹനുമാൻ ആരംഭിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനായിട്ട് അടുത്തിടെ പ്രൊജക്ട് ഹനുമാൻ പദ്ധതി ആരംഭിച്ചത് ആന്ധ്രാപ്രദേശിലാണ്. കമ്പിളി ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ. കമ്പിളി ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാണ്? അത് രാജസ്ഥാനാണ്. ഓക്കെ, നെക്സ്റ്റ്, ഹയർ സെക്കൻഡറി പരീക്ഷാ ചോദ്യപേപ്പറുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായിട്ട് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ, അതായത് കൈറ്റ് പുറത്തിറക്കിയ മൊബൈൽ ആപ്പിന്റെ പേരാണ് ക്യൂ ട്രാക്ക്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്യൂ ട്രാക്ക്. ഹയർ സെക്കൻഡറി പരീക്ഷാ ചോദ്യപേപ്പറുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായിട്ട് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ പുറത്തിറക്കിയ മൊബൈൽ ആപ്പിന്റെ പേരാണ് ക്യൂ ട്രാക്ക്. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് അടുത്തിടെ ആരംഭിച്ച കളികളിൽ ഏർപ്പെടാനുള്ള കുട്ടികളുടെ അവകാശം സംരക്ഷിക്കുന്ന പദ്ധതിയുടെ പേരാണ് നാരങ്ങ മിഠായി. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് അടുത്തിടെ ആരംഭിച്ച കളികളിൽ ഏർപ്പെടാനുള്ള കുട്ടികളുടെ അവകാശം സംരക്ഷിക്കുന്ന പദ്ധതിയുടെ പേരാണ് നാരങ്ങ മിഠായി. സംസ്ഥാനത്ത് മലയാള ഭാഷ നിർബന്ധമാക്കുന്ന മലയാള ഭാഷാ ബില്ലിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഒപ്പിട്ടു. ഇതോടെ നിയമം വൈകാതെ പ്രാബല്യത്തിലാകും. സംസ്ഥാന മലയാള ഭാഷ നിർബന്ധമാക്കുന്ന മലയാള ഭാഷാ ബില്ലിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഒപ്പിട്ടു. കേരളത്തിലെ എല്ലാ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലും 10ാം തരം വരെ നിർബന്ധിത 1ാം ഭാഷയായിട്ട് മലയാളം മാറും. മറ്റു ഭാഷകളും മാതൃഭാഷയായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മലയാളം കൂടി പഠിക്കാൻ അവസരം നൽകും. കേരളത്തിലെ ജീനോം ഡാറ്റാ സെന്റർ നിലവിൽ വന്നത് എവിടെയാണ്? അത് തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ജീനോം ഡാറ്റാ സെന്റർ നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ്. 2025-26 സീസണിലെ രഞ്ജി ട്രോഫിയിൽ ജേതാക്കളായത് ജമ്മു കാശ്മീരാണ്. 67 വർഷത്തെ രഞ്ജി ട്രോഫി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ജമ്മു കാശ്മീർ കിരീടം സ്വന്തമാക്കുന്നത്. കർണാടകയിലെ ഹുബ്ബള്ളിയിൽ നടന്ന ഫൈനലിലെ മുൻ ചാമ്പ്യന്മാരായ കർണാടകയെ 1ാം ഇന്നിംഗ്സ് ലീഡിന്റെ അടിസ്ഥാനത്തിൽ മറികടന്നാണ് കാശ്മീർ ചാമ്പ്യന്മാരായത്. കാശ്മീരിൽ 1ാം ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടിയ ശുഭം പുന്തീറാണ് കളിയിലെ താരം. പ്ലെയർ ഓഫ് ദ ടൂർണമെന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് കാശ്മീരിന്റെ ആക്യുബ് നബിയാണ്. പ്ലെയർ ഓഫ് ദ ടൂർണമെന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് കാശ്മീരിന്റെ ആക്യുബ് നബിയാണ്. 67 വർഷത്തിന് ശേഷം രഞ്ജി ട്രോഫി ചരിത്രത്തിൽ ആദ്യമായിട്ട് ജമ്മു കാശ്മീർ കിരീടം സ്വന്തമാക്കുന്നത്. ആഗോള കായിക പുരസ്കാരമായ ലോറസ് വേൾഡ് ടീം ഓഫ് ദി ഇയർ അവാർഡിനായിട്ട് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ ക്രിക്കറ്റ് ടീമാണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം. ലോറസ് വേൾഡ് ടീം ഓഫ് ദ ഇയർ അവാർഡിനായിട്ട് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ ക്രിക്കറ്റ് ടീമാണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം. അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് HIV-യും സിഫിലിസും പകരുന്നത് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കിയ ആദ്യത്തെ യൂറോപ്യൻ യൂണിയൻ രാജ്യമാണ് ഡെൻമാർക്ക്. അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് HIV-യും സിഫിലിസും പകരുന്നത് പൂർണ്ണമായി ഇല്ലാതാക്കിയ ആദ്യത്തെ യൂറോപ്യൻ രാജ്യം ഏതാണ്? അത് ഡെൻമാർക്കാണ്. ഐക്യരാഷ്ട്രസഭയുമായിട്ട് ബന്ധപ്പെട്ട 31 ഏജൻസികൾ ഉൾപ്പെടെ 66 അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്ന് 2026 ജനുവരി 7 ഏത് രാജ്യമാണ് പിന്മാറിയത്? അത് USA ആണ്. ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട 31 ഏജൻസികൾ ഉൾപ്പെടെ 66 അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്ന് 2026 ജനുവരി 7 USA പിന്മാറി. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ് റോറിംഗ് ലയൺ എന്ന ഇസ്രായേലും ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്ന അമേരിക്കയും പേരിട്ട് വിളിച്ച സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവാണ് ആയത്തുള്ള അലി ഖമേനി. റോറിംഗ് ലയൺ എന്ന ഇസ്രായേലും ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്ന അമേരിക്ക പേരിട്ട് വിളിച്ച സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവാണ് ആയത്തുള്ള അലി ഖമേനി. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും കൂടുതൽ കാലം, അതായത് 36 വർഷത്തോളം അധികാരത്തിലിരുന്ന രാഷ്ട്രത്തലവൻ കൂടിയാണ് ആയത്തുള്ള അലി ഖമേനി. പാകിസ്ഥാനെ ഒഴിവാക്കി അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കും പ്രവേശിക്കാൻ ഇന്ത്യയെ സഹായിക്കുന്ന ചബഹാർ തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് അദ്ദേഹത്തിന്റെ പിന്തുണയോടെയാണ്.
2026 ഏപ്രിലിൽ ഇന്ത്യ സന്ദർശിച്ച കാനഡ പ്രധാനമന്ത്രിയാണ് മാർക്ക് കാർണി. 2026 ഏപ്രിലിൽ ഇന്ത്യ സന്ദർശിച്ച കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി. 2026 മാർച്ചിൽ അന്തരിച്ച പത്മഭൂഷൺ ജേതാവും ഇന്ത്യയിലെ പ്രമുഖ ദേശീയ ദിനപത്രങ്ങളുടെ എഡിറ്റർ പദവിയിൽ വഹിക്കുകയും ചെയ്ത പ്രമുഖ മാധ്യമ പ്രവർത്തകനാണ് HK ദുവ. അപ്പൊ HK ദുവ ഏതൊക്കെ പത്രത്തിന്റെ എഡിറ്റർ ആയിരുന്നു? ഹിന്ദുസ്ഥാൻ ടൈംസ്, ഇന്ത്യൻ എക്സ്പ്രസ്, ടൈംസ് ഓഫ് ഇന്ത്യ, ട്രിബ്യൂണ്. ഇതിന്റെയൊക്കെ എഡിറ്റർ പദവിയിൽ വഹിക്കുകയും ചെയ്ത പ്രമുഖ മാധ്യമ പ്രവർത്തകനാണ് HK ദുവ അന്തരിച്ചു. 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് മേതിൽ രാധാകൃഷ്ണൻ. 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് മേതിൽ രാധാകൃഷ്ണനാണ്. ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയെ ചുമതലയേറ്റത് താരിഖ് റഹ്മാൻ. ബംഗ്ലാദേശിന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് താരിഖ് റഹ്മാനാണ്. ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി ചെയർമാൻ താരിഖ് റഹ്മാൻ ചുമതലയേറ്റു. നെക്സ്റ്റ് ബുക്കുകളാണ്. ദി സേജ് ഹൂ റീ ഇമാജിൻഡ് ഹിന്ദുയിസം, ദി ലൈഫ് ലെസൺസ് ആൻഡ് ലെഗസി ഓഫ് ശ്രീനാരായണ ഗുരു. ഇതാരുടെ ബുക്കാണ്? ശശി തരൂരിന്റെ ബുക്കാണ്. ദി സേജ് ഹൂ റീ ഇമാജിൻഡ് ഹിന്ദുയിസം, ദി ലൈഫ് ലെസൺസ് ആൻഡ് ലെഗസി ഓഫ് ശ്രീനാരായണ ഗുരു. ഇതിന്റെ മലയാള പരിഭാഷയാണ് ശ്രീനാരായണ ഗുരു ഹൈന്ദവതയുടെ ഭാവി ദർശിച്ച യോഗി. ഇത് പരിഭാഷ ചെയ്തത് N സുനിൽകുമാറാണ്. ശ്രീനാരായണ ഗുരു ഹൈന്ദവതയുടെ ഭാവി ദർശിച്ച യോഗി. ഈ ബുക്ക് ആരുടേതാണ്? ശശി തരൂരിന്റെ ആണ്. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത് N സുനിൽകുമാറാണ്. നെക്സ്റ്റ് ഒരു ബുക്കാണ് ഗുരു വഴിയും പൊരുളും. സുനിൽ P ഇളയിടവും ഷൗക്കത്തിന്റെയും ബുക്കാണ് ഗുരു വഴിയും പൊരുളും. വഴിയും പൊരുളും എന്നത് സുനിൽ P ഇളയിടവും ഷൗക്കത്തും കൂടി രചിച്ച ബുക്കാണ് ഗുരു വഴിയും പൊരുളും. 2026 ഫെബ്രുവരിയിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ബൃഹത്തായ സൈനിക അഭ്യാസ പ്രകടനമായ വായുശക്തി 2026 എവിടെ നടന്നത്? അത് രാജസ്ഥാനിലെ ജയ്സാൽമീറിലാണ് നടന്നത്. ഓക്കെ, നെക്സ്റ്റ് പാർട്ടായിട്ട് ഇടാം ബാക്കി. താങ്ക് യു.